ഹലോ ഗൈസ്, എന്തെല്ലാം സുഖല്ലേ? ഇന്നിപ്പോ ഞാൻ നേരത്തെ എണീറ്റേക്ക്, കാരണം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഇവളും ഉണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ്. എന്താന്ന് മനസ്സിലായോ? വേറെ ഒന്നുമല്ല, ദോശ തന്നെ. എന്റെ നോട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. ഇങ്ങനെയല്ലേ ഓരോന്ന് പഠിക്കുക. ഇവിടെ വന്നതിന് ശേഷം ഞാൻ രണ്ടാമത്തെ തൊട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ഉപ്പുമാവായിരുന്നു. അതെന്തായാലും ഫ്ലോപ്പ് ആയില്ല, അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ആരാ ഉണ്ടാക്കിയ? ഞാനല്ലേ. അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് മാവ് പാത്രത്തിൽ മാറ്റി. അടുത്ത ടാസ്ക് ആണ് ഓയിലും വെളിച്ചെണ്ണയും തിരിച്ചറിയില്ല. രണ്ട് കുപ്പി ഏകദേശം ഒരേപോലെ ഉണ്ടായതുകൊണ്ട് ഏതാണ് ഓയിൽ ഏതാണ് വെളിച്ചെണ്ണ മനസ്സിലാവുന്നില്ല. ഓയിലും വെളിച്ചെണ്ണ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കില്ലാത്തതുകൊണ്ട് ബുദ്ധിയുള്ള ഓളടുത്തേക്ക് ഞാൻ ചോദിക്കാൻ വേണ്ടി പോയി. ഇപ്പോഴാണ് കൈസ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. രണ്ടിലും ഓയിലായിരുന്നു, വെളിച്ചെണ്ണ ഇല്ല. ഞാൻ ദോശയുടെ എടുത്തു വെച്ച പാത്രമായിരുന്നു ഇത്. അപ്പൊ ഇവള് പറഞ്ഞു ഇതല്ല പാത്രം എന്ന് പറഞ്ഞിട്ട് എനിക്കിതാ ഈ പാത്രം എടുത്തത്. അടുത്ത മെയിൻ സ്റ്റെപ്പാണ് ഉപ്പ് ചേർക്കൽ. അളവൊന്നും അറിയില്ലെങ്കിൽ ഞാൻ കോരി കുറച്ച് അങ്ങ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി. പിന്നെ ഞാൻ ദോശ ഇടാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ചൂടാൻ വേണ്ടി കാത്തുന്നു. ഉമ്മ പണ്ട് ചട്ടി ചൂടായിക്കാൻ നോക്കാൻ വേണ്ടി മാവ് ഇറ്റിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇറ്റിച്ചു കൊടുത്തു. പക്ഷെ ഇറ്റിച്ചപ്പോ കുറച്ചധികം തുള്ളിയായി പോയി. അങ്ങനെ ഞാൻ ആദ്യത്തെ ദോശ പാർന്നു. എന്തൊരു പെർഫെക്ഷൻ, ദോശയേ ആയില്ല, വേറെന്തോ ആയിണ്ട്. ഞാൻ വിചാരിച്ച അത്ര സുഖമൊന്നുമില്ല മാവ് പാരാൻ. നിമിഷം ഞാനിത് നിർത്തിപ്പോയാലോ എന്ന് വരെ ചിന്തിച്ചു. പക്ഷെ ഞാനിന്ന് നിർത്തിപ്പോയാൽ എല്ലാരും പട്ടിണിയാവോ എന്നറിയുന്നോണ്ട് ഞാൻ വീണ്ടും ഒന്ന് ശ്രമിച്ചു. അത് കുറച്ചൊന്നും ശരിയായി. പിന്നെ എനിക്ക് അങ്ങ് കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ പാരലോട് പാരൽ. എന്റെ പണിയാണ് ദോശ ഉണ്ടാക്കൽ, അതേപോലെ ഓള പണിയാണ് കറി ഉണ്ടാക്കൽ. ഞാൻ എന്തെല്ലോ കാട്ടി ദോശ ചുട്ടങ്ങ് തീർത്തുണ്ട്. അതിനുശേഷം ഞാൻ വേഗം ചായക്കുള്ള പാലെടുപ്പത്ത് വെച്ചു. അപ്പോഴും ഓള കറി ഉണ്ടാക്കി തീരുന്നേ ഉള്ളൂ. പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് കൊഴിഞ്ഞില്ലാണ്ടായി പോയി. അങ്ങനെ ഫൈനലി ദോശയും കറിയെല്ലാം ആയിണ്ട്. കണ്ടോ ഗൈസ്, എന്റെ ദോശന്റെ ഒരു ഷേപ്പേ. ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ പൊക്കി പറയാന്ന് വിചാരിക്കുന്നത് ദോശക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. നല്ല അഭിപ്രായം, ഡെലിഷ്യസ് ആയിരിക്കണം ബോയ്സ്. ഇതൊന്നും ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല, ഒരു ഉള്ളിന്ന് വന്നതാണ്. എനിക്കിന്ന് ഡ്യൂട്ടി ഉച്ചയ്ക്കാണ്. അതുവരെ നമുക്ക് കിടന്നുറങ്ങാം. ആ കിടന്നുറക്കൊന്ന് തെളിയാൻ 1:30 പിന്നെ ഞാൻ വേഗം ഡ്യൂട്ടിക്ക് ഇറങ്ങി. പിന്നെ ഒരു 4 മണിയപ്പോ ഞാനൊരു ചായ കുടിച്ചു. എന്റെ കൈസ് മുഖത്തൊരു ഗസ്റ്റ് വരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഓരോരോ കുരു വരും. ഇന്നിപ്പോ അവിടെ ഒരു കുരു വരുന്നതാണ് ഈ മൊയച്ച് നിൽക്കുന്നത്. കുറെ നേരം ഞാൻ ഐസ് പാക്ക് വെച്ചപ്പോഴത്തേക്കും അതിന് വീക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഏകദേശം ഇപ്പൊ സമയം 10:30 ആയിട്ടുണ്ട്. ഹാഫ് ആൻ അവറും കൂടി കഴിഞ്ഞാൽ ക്ലോസിംഗ് ആയിട്ടുണ്ട്. പിന്നെ എന്നെത്തിയും പോലെ പേഷ്യൻസിൽ നിന്നുണ്ടായ അന്നത്തെ അനുഭവങ്ങളെല്ലാം പറയാൻ എല്ലാവരും. പിന്നെ അതിന്റെ അടുക്ക് മുതലാളി വന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പൊട്ടിച്ച ചെയർ ഒന്ന് നന്നാക്കി തന്നു. IV സെറ്റിന്റെ വള്ളിയുമ്പോഴാണ് ഇപ്പൊ ഈ ചെയർ നിൽക്കുന്നത്. മുതലാളിന്റെ ഒരു കൈവേ എന്തോ കാര്യം ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് ഷിഫ്ന. പിന്നെ ഞങ്ങൾ ക്ലിനിക്കും ക്ലോസ് ചെയ്ത് മോട്ടർ ഇട്ട് വെള്ളം നിറയുന്നതും കാത്തിരിക്കുകയാണ് ഈ ഇരിപ്പ്. വെള്ളം നിറച്ചിട്ട് വേണം ഹോസ്റ്റലിലേക്ക് കയറാം. അപ്പൊ ഇന്ന് അത്രയുള്ള ഗൈസ്, ഞങ്ങൾ വേഗം വെള്ളം നിറച്ചിട്ട് വേഗം ഹോസ്റ്റലിലേക്ക് വിടാം. വേറൊരു വീഡിയോസുമായിട്ട് ഇനിയും കാണാത്തവരെ ബൈ ബൈ.